പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ.
പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് മജു. എനിക്ക് ഉടമ്പടി പുതുക്കുവാനും എൻ്റെ വൈഫിന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും മാത്രമായിട്ട് 4 ദിവസത്തെ ലീവിന് ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എൻ്റെ വൈഫ് ഈ ജൂൺ മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിലൂടെ വൈഫിന് കിട്ടിയ സാക്ഷ്യം ഇപ്പം വൈഫ് പറയുന്നതാണ്. ആദ്യമേ തന്നെ പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച കൃപയോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി കരയേറ്റുന്നു. എൻ്റെ പേര് നീതു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞാൻ ജൂണിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് കാരണമായി തീർന്നത് എൻ്റെ ഒരു എക്സാമാണ്. ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. NCLEX-RN എന്ന ഒരു എക്സാമുണ്ട്. അതൊരു മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് നേഴ്സിംഗ് ഫീൽഡിൽ. അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർച്ചിൽ എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, തീർച്ചയായിട്ടും മാതാവ് സഹായിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കൺസിസ്റ്റൻസി അല്ലെന്ന് എനിക്കറിയാം. കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്ന വെളുപ്പിനെ 4 മണിക്ക്, ഇവിടുത്തെ 5:30 എന്ന് പറയുന്ന അവിടുത്തെ 4 മണിയാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ചെയ്യും.
പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഒരിക്കൽ ഹസ്ബൻഡിൻ്റെ കൂടെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ വഴിയിൽ. അപ്പം കുറേ പേര് നമ്മളെ ചീത്ത പറയുകയും കുറച്ച് പേരൊക്കെ നമ്മുടെ അടുക്ക വന്ന് മേടിക്കുകയും പിന്നെ ഹസ്ബൻഡ് കുറേ പേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പത്രം കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരമ്മയും മകളും ഞങ്ങളെ കണ്ട ഉടനെ, ഹസ്ബൻഡിനെ കണ്ട ഉടനെ അവർ ഓടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതപ്പോൾ എന്നെ വളരെ വിഷമിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതൊന്നും പറ്റത്തില്ല, ഈ പത്രവും കൊണ്ടൊന്നും വഴിയോരത്ത് പോയി നിൽക്കുക, അതുമല്ല അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ മാതാവ് എന്നെ കൈപിടിച്ച് ഇന്ന് ഈ തിരുവൾത്താരയിൽ നിർത്തിയത് ഒരുപാട് നന്ദി കരയറ്റുന്നു. ഞാൻ രണ്ടാമത് എക്സാം എഴുതിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു എന്നെ ഉടമ്പടി എടുക്കില്ല, ഞാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കിക്കോട്ടെ. അങ്ങനെ രണ്ടാമത് 1.5 മാസത്തെ ഇതിൽ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും എക്സാം ബോംബെ വെച്ച്, നമ്മുടെ ദുബായിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല, നമ്മൾ ബോംബെ വരണം. അങ്ങനെ ബോംബെയിൽ വന്നിട്ടാണ് രണ്ടാമത് എക്സാം എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. രണ്ടാമത്തെ തവണ ആദ്യത്തേനേക്കാളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഡിലീറ്റ് ചെയ്തു. ഈവൻ ആകപ്പാടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാത്രമേ നോക്കത്തുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രാത്രി 3 മണിക്കൂർ മാത്രം ഉറങ്ങി പഠിച്ചതാണ് ഞാൻ രണ്ടാമത് എക്സാം എഴുതാൻ പോയത്. പക്ഷേ അവിടെയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വന്നു. ഓൺലൈനിൽ രാത്രി 1 മണിക്കാണ് റിസൾട്ട് വന്നത്. അന്നേരവും പാസ്സായില്ല. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം, എന്നെ സഹായിക്കാൻ. അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഈ ജൂൺ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആദ്യത്തെ 2 തവണ ഞാൻ പഠിച്ചതിൻ്റെ പകുതി ഒന്നും ഞാൻ പഠിച്ചില്ല. ആ സമയങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് നേരത്തെ തൊട്ടേ കൂടും. അതുകൂടാതെ തന്നെ ധ്യാനം ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന ധ്യാനങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല. ഉപവാസം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ പഠിച്ചതുകൂടി ഓർക്കാത്ത ഒരവസ്ഥയായിപ്പോയി. പക്ഷെങ്കിൽ ഞാൻ വചനം 2-3 മണിക്കൂർ ബൈബിൾ വായന നടത്താറുണ്ട്. അത് കണ്ടിന്യൂസ് അല്ല, ദിവസത്തിൽ പല സമയങ്ങളിലായിട്ട്. അങ്ങനെ ആരാധനയിൽ വിശുദ്ധ ദേവാലയത്തിൽ പോകുവാനും കുർബാന സ്വീകരിക്കുവാനും ഒക്കെ കൂടുതൽ സമയവും ഒക്കെ ചെലവഴിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. അടയാളങ്ങൾ ചോദിക്കാൻ എനിക്ക് ഒരു മടിയായിരുന്നു. കാരണം മാതാവിനെയും ഈശോയും സംശയിക്കുവാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളാണ്. അപ്പം മാതാവിനെയും ഈശോയും അങ്ങനെ നമ്മൾ സംശയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ കാരണം ഞാൻ അടയാളങ്ങൾ ചോദിക്കാൻ മാതാവ് ഈശോയും നമ്മളെ സഹായിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ. പക്ഷേ ഇവിടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ ഞാനും എൻ്റെ ചിന്തകളൊക്കെ മാറി. ഞാനും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സുഗന്ധാഭിഷേകം 2 തവണ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു സുഗന്ധാഭിഷേകം. അതിനു മുമ്പേ ഞാൻ വേറൊരു എക്സാം എഴുതിയ സമയത്തും എനിക്കിതുപോലെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. പക്ഷേ അന്നേരം എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഞാൻ അന്നേരം ഈ സാക്ഷ്യങ്ങളൊന്നും കേട്ട് തുടങ്ങിയില്ലായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ. അങ്ങനെ ജൂൺ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ വീണ്ടും എക്സാം എഴുതാൻ പോയി ബോംബെയിലേക്ക്. സത്യം പറയട്ടെ, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കുമൊക്കെ ഞാൻ വചനം വായിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അതായത് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും അതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും ഈ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഫുൾ ബ്ലൂ കളറായിട്ടാണ്
ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചു മാതാവ് ഞങ്ങളുടെ കൂടെ എക്സാമിന് വരുവാന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു, അമ്മ ടി വിയുടെ സ്ക്രീനിൽ റെയിൻബോ ഉണ്ട്, അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ പൈലറ്റും അനൗൺസ് ചെയ്തു ദെർ ഈസ് എ റെയിൻബോ എന്ന്. അപ്പം തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അടുത്ത ദിവസം എക്സാം കഴിഞ്ഞു. അന്ന് അടുത്ത ദിവസം ദുബായിൽ എത്തിക്കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പം രാത്രി 2 മണിക്കാണ് റിസൾട്ട് വന്നത്. അവിടുത്തെ ഹസ്ബൻഡാണ് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായി. മാതാവില്ലായിരുന്നെങ്കിൽ ഈ 3rd അറ്റംപ്റ്റിൽ എനിക്ക് NCLEX എന്ന പരീക്ഷ പാസ്സാകുവാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ വേറൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് OET കഴിഞ്ഞ വർഷമായിരുന്നു എഴുതിയിരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡായിരുന്നു അന്ന് ഉടമ്പടി എടുത്തിരുന്നത്. ഹസ്ബൻഡിൻ്റെ ഉടമ്പടി നമുക്ക് ചുറ്റിപ്പെട്ട് നിൽക്കുന്നവരുടെ ഉടമ്പടി സഹായത്താലും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂൾസിനും പാസ്സാകാൻ സാധിച്ചു. റീഡിങ് എനിക്ക് വളരെ ടഫായിരുന്നു. അതുപോലെ തന്നെ ലിസണിങ് ആൻഡ് റൈറ്റിംഗ് വളരെ എളുപ്പമുള്ള മൊഡ്യൂളായിരുന്നു. പരീക്ഷ എഴുതാൻ ചെന്ന സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ഫുള്ള് 4 മൊഡ്യൂൾസിനും നല്ല സ്കോർ കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2 തവണയോ 3 തവണയോ എഴുതി ക്ലബിംഗ് സ്കോർ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ എഴുതി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ടഫായ റീഡിങ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തീർക്കുവാനും എനിക്ക് നേരത്തെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. പിന്നെ എൻ്റെ ലിസണിങ് എനിക്ക് നേരത്തെ എളുപ്പമായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്കത് ടഫായിട്ടായിരുന്നു തോന്നിയത്. റൈറ്റിംഗ് എന്ന് പറയട്ടെ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ റൈറ്റിങ്ങിന് ഞാൻ പാസ്സാകുമെന്ന്. നേരത്തെ എളുപ്പമായിരുന്നെങ്കിൽ പോലും, കാരണം റൈറ്റിങ്ങിൽ ഞാൻ എഴുതി തീരാറായ സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് ഉറപ്പായിട്ടും ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ അവർ പാസ്സാക്കത്തില്ല. ഞാൻ പെട്ടെന്ന് അത് റബ്ബ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ആൻസർ എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഡ്രോപ്പ് യുവർ പെൻ. എനിക്കിനി മുന്നോട്ട് പോകാനോ ഓൾറെഡി സമയം കഴിഞ്ഞു, ഇനിയും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ റൈറ്റിങ്ങിന് ഫെയിലായി എന്ന് ഞാൻ ഉറപ്പിച്ചാണ് ആ ക്ലാസ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും സ്ഥലത്ത് ഒരു ലൈൻ ഫുൾ ബ്ലാങ്കായിട്ടാണ് കിടക്കുന്നത്. 1 മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് എൻ്റെ റൈറ്റിങ്ങിനാണ്. എബവ് 400 ഉണ്ട് എല്ലാ മൊഡ്യൂൾസിനും. അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും B സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ ഈ NCLEX എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 20 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിന് 44 ദിവസത്തിന് ഒരു അത്ഭുതം നടക്കുമെന്ന്. എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നടന്നു. ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോയി നോക്കിയപ്പോൾ കറക്റ്റ് എൻ്റെ 42ാമത്തെ ദിവസത്തിലാണ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്, അതായത് പാസ് എന്നുള്ള റിസൾട്ട് വന്നത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ തോന്നി. ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങളാണ്. പക്ഷേ അവരെ ഇന്നിവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ എനിക്കത് പറയുവാനും കഴിയത്തില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ അടുക്കൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരെയും ഓരോ സഹായത്തിനായിട്ട് വരുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 20 ദിവസം മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടീനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവളിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കുന്നത്. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയ്ക്കും വരാൻ സാധിച്ചില്ല, അവളുള്ള കാരണം അമ്മയുടെ കൂട്ടത്തിൽ അവളവിടെ ഓരോ ദിവസം ഇന്നും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ വഴി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൃപാസന മാതാവിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ നേരിട്ട് കാണുന്നവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയും അത്ഭുതം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി കരേറ്റുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ
ഡെയിലി ബ്രെഡിനെ കുറിച്ചാണത്. ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ അറിയാവുന്നത് ശരിക്കും അറിയാൻ തുടങ്ങി 1.5 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പ് ജോസഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞങ്ങളെക്കുറിച്ച് ജോസഫിനൊന്നും അറിയില്ല. എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മാക്സിമം അതേ സമയത്ത് തന്നെ കൂടാറുണ്ട്. മാർച്ച് മാസം 17-ാം തീയതി നടന്ന ഡെയിലി ബ്രെഡിലെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങളൊരു 1.5 വർഷമായിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവല്ലയിൽ. ഞങ്ങൾ അതിന് സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്ഥലമെല്ലാം റെഡിയാക്കി. ഈ 2025 മാർച്ച് 17-ന് അത് കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ഒരാഴ്ച മുമ്പെല്ലാം പ്ലാൻ ചെയ്ത് മാർച്ച് 17-ാം തീയതി കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞു, ഇന്ന് വീട് പണി ആരംഭിക്കുന്നതിനായിട്ട് കല്ലിടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് സംഭവിച്ചത്, ഞങ്ങളുടെ ബ്രദർ US-ലാണ്. ആൾക്ക് ബ്രീത്തിങ്ങിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പം ഇവിടെ സർജറിയൊക്കെ ചെയ്താണ്, ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ ചെയ്താണ്. അതത്ര ക്ലിയർ ആയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് റിപ്പീറ്റായി ആ ബ്രീത്തിങ് ഇഷ്യൂ. മൂക്കിൻ്റെ പാലമകത്ത് വളഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത്. അപ്പം ഈ വർഷം 2025 മെയ് 16-ാം തീയതി സർജറി അവിടെ അമേരിക്കയിൽ തന്നെ സർജറി ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർത്തു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇന്ന് മൂക്കിന് ഇടത് സർജറി ചെയ്യുന്ന ഒരാളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് വരുമ്പം ഞങ്ങളും ഞങ്ങളുടെ കുടുംബം എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പേരൻസും എല്ലാം കൃപാസനമ്മ മാതാവിനോട് മധ്യസ്ഥത കൂടുതൽ യാചിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിലുള്ള എല്ലാ വചനങ്ങളും ഞങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോനാഥനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെറി. ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത് ദുബായിലാണ്. ഞങ്ങളുടെ മകനെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയാനാണ്. മകൻ പ്രീമെച്ചുറായിട്ട് ജനിച്ച മകനായിരുന്നു. 8-ാം മാസത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ജനിച്ചു. 1.5 കിലോ ആയിരുന്നു അവൻ്റെ വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് അവനെ 1 മാസത്തോളം ICUവിലായിരുന്നു. NICUവിൽ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചാൻസ് ഉണ്ണീനെ കിട്ടാനായിട്ട് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അവനില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും അവനുണ്ടായിരുന്നു. എസ്പെഷ്യലി അവന് ഫിക്സ് വരുന്ന അസുഖം വളരെ കൂടുതലായിരുന്നു. ICUവിൽ വെച്ചിട്ട് തന്നെ അവന് 3-4 തവണ ഫിക്സ് വന്നിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അവൻ്റെ ബ്രെയിനിൽ ലെഫ്റ്റ് സൈഡിൽ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡാമേജിൽ നിന്നാണ് ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞു. 1 മാസത്തിന് ശേഷം അവനെ ഞങ്ങളുടെ കൈകളിലേക്ക് ഡോക്ടേഴ്സ് തന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞത് ക്രമേണ അവൻ വലുതാവുന്നതനുസരിച്ചിട്ട് ഈ ഫിക്സിൻ്റെ അസുഖം മാറിപ്പോകും എന്നായിരുന്നു. പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു. 5 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അവനെ വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ക്രമേണ 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ദിവസേന 4-5 തവണ ഫിക്സ് വരുന്ന രീതിയിലേക്ക് ആ അസുഖം വളർന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഒരു ഡോക്ടറിൽ നിന്ന് മറ്റു ഡോക്ടറിലേക്ക് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് മകനെ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് രാവിലെ 6 ഗുളികയും വൈകിട്ട് 6 ഗുളികയും 12 ഗുളികയാണ് ദിവസം അവൻ കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ എല്ലാ വർഷവും ലീവിന് വരുമ്പോഴും ആകെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറിൽ നിന്ന് മറ്റു ഡോക്ടറിലേക്ക് പോകുക, അത് മാത്രമായിരുന്നു ഞങ്ങൾക്കുള്ള യാത്ര. അങ്ങനെയായിരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2023 ഇവിടെ വന്ന് മകനു വേണ്ടി ഭാര്യ നിജിത ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷ ചെയ്തു. ഉടമ്പടി തൈലം അതുപോലെ തന്നെ ഉപ്പ് ഇതെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ ദിവസേന അവന് സ്കൂളിലേക്ക് രാവിലെ പോകുമ്പോൾ അവന് ഉടമ്പടി തൈലം കൈകളിലും കാലുകളിലും നെറ്റിയിലൊക്കെ അവന് പുരട്ടി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിലേക്ക് വിടിരുന്നത്. സ്കൂളിൽ നിന്നുള്ളൊരു കോൾ എൻ്റെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അസുഖം വന്നു, അവൻ വീണു എന്നുള്ള പറഞ്ഞിട്ടുള്ളതായിരിക്കും മിക്കപ്പോഴും ടീച്ചേഴ്സ് വിളിക്കുക. ഒരു ദിവസം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവൻ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. ഗ്രൗണ്ടിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ അസംബ്ലി നിൽക്കുന്ന സമയത്ത് അവന് ഫിക്സ് വന്നു. ഏറ്റവും മുകളിൽ നിന്ന് അവൻ താഴേക്കാണ് ഫിക്സ് വന്ന് വീണത്.
ഈ അവിടെ ഉണ്ടായിരുന്ന അന്യമതസ്ഥപ്പെട്ട ടീച്ചേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞത് ഈ കുട്ടിക്ക് എന്തോ വലിയൊരു സംരക്ഷണം ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 നിലയുള്ള ഹൈറ്റിലുള്ള മോളിൽ നിന്നാണ് മകൻ താഴെ വീണത്. എന്നിട്ട് അവനൊരു പോറൽ പോലും ഏൽക്കാണ്ട് പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് അവനെ സംരക്ഷിച്ചു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ അവനെ കാണിച്ചു. അവന് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സാധാരണ മരുന്ന് കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ലീവിന് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും വീണ്ടും അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നടത്തി ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്കൊരു തുടർന്ന് ഡോക്ടേഴ്സ് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് ഒരു ഓപ്പൺ ബ്രെയിൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മകന് ഡെയിലി വരുന്ന 5-6 തവണ വരുന്ന ഫിക്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതും പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ആ 5-6 തവണ ഒരു കുട്ടിക്ക് വരുന്ന ഫിക്സിനെ നമുക്ക് 1, 2 മാക്സിമം 3 എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിലെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മകനെ ഓപ്പൺ ബ്രെയിൻ സർജറി, നമ്മൾ ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെ ഓപ്പൺ ബ്രെയിൻ സർജറി ആയിരുന്നു മകന് വേണ്ടി ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ സർജറിക്ക് മകനെ ഞങ്ങൾ ഒരുക്കി. സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് ജനുവരി 3-നായിരുന്നു സർജറി കഴിഞ്ഞത്. ജനുവരി 3 തൊട്ട് ഈ നിമിഷം വരെ പിന്നീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവന് ഫിക്സ് എന്ന അസുഖം വന്നിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ തന്നെയാണ്. മെഡിക്കൽ സയൻസ് പോലും ഇപ്പോഴും ഞങ്ങളുടെ മകൻ്റെ മുമ്പിലും അതിശയിച്ചിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു? കാരണം ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ അസുഖം വരുന്നത് നമുക്ക് കുറയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായി മാറിപ്പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും അവന് നൽകിയ പ്രാർത്ഥനകളുടെ ആ സഹായത്താലും അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് പൂർണ്ണമായും ആ അസുഖം ഇപ്പോൾ എൻ്റെ മകനിൽ നിന്ന് എടുത്തു മാറ്റി. ഈ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സാക്ഷ്യത്തിന് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കൃപാസന മാതാവിനും അതുപോലെ ഈശോ തമ്പുരാനും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും രാവിലെ 5:30 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്, രാവിലെയും വൈകിട്ടും. പിന്നെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റത്ത് 3 കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. നെറ്റത്തും കയ്യിലൊക്കെ മോൻ്റെ രാവിലെയും വൈകിട്ടും വൈകുന്നേരം ഞങ്ങളത് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അനാഥാലയത്തിൽ കാശ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ 2 കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സ്പോൺസറും ചെയ്ത് 2 കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൃപാസന പത്രം ഞങ്ങൾ ദുബായിലാണ് കൊടുക്കാറ്. സെൻറ്റ് മേരീസ് ചർച്ചിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൃപാസന പത്രം വിതരണം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യാറുള്ളത്.